ഹായ് എവരിവൺ, ഇറ്റ്സ് മി രാഹുൽ. വെൽക്കം ടു MaderTech യൂട്യൂബ് ചാനൽ. സോ നമ്മൾ എന്നും ചെയ്യുന്ന പോലെ തന്നെ നമ്മൾ ലാസ്റ്റ് വീഡിയോയിൽ എന്താണോ മാർക്കറ്റിൽ നമ്മൾ അനാലിസിസ് ചെയ്ത് വെച്ച് അതേപോലെ തന്നെയാണ് ഇന്നും മാർക്കറ്റ് മൂവ് ചെയ്തിട്ടുള്ളത്. സോ നമ്മുടെ വീഡിയോ നിങ്ങൾ സ്ഥിരമായിട്ട് ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ ജസ്റ്റ് നമ്മുടെ വീഡിയോ അനാലിസിസ് മാത്രം മതി നിങ്ങൾക്ക് നല്ല ട്രേഡിംഗ് ജേണി നിങ്ങൾക്ക് ചൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ജസ്റ്റ് ലാസ്റ്റ് വീഡിയോ ഒന്ന് പ്ലേ ചെയ്യാം, നോക്കൂ. ഹൈ വരെ മാർക്കറ്റ് മൂവ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. ഓക്കെ, മാർക്കറ്റ് നാളെ ഇവിടെ മൂവ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. ഇതിന്റെ മുകളിൽ ഓപ്പൺ ചെയ്യലിൽ മാർക്കറ്റ് ഇവിടെ വരെ മൂവ് ചെയ്യും. സെക്കൻഡ് ടാർഗറ്റ് ഇതിന്റെ മുകളിൽ ഇതാണ്. ഓക്കെ, സോ നമ്മൾ പറഞ്ഞത് 24,012 മുകളിൽ 24,012 മുകളിൽ മാർക്കറ്റ് ഓപ്പൺ ചെയ്താൽ മാർക്കറ്റ് ഈ ഹൈ വരെ മൂവ് ചെയ്യുന്നതാണ് പറഞ്ഞത്. 24,012 മുകളിൽ മാർക്കറ്റ് ഓപ്പൺ ചെയ്തു, ഈ ഹൈ വരെ മാർക്കറ്റ് മൂവ് ചെയ്തു. ഓക്കെ, ഇതായിരുന്നു ഇന്നലെ നടന്ന സിനാരിയോ ആൻഡ് മാർക്കറ്റ്. സോ ഇനി നാളത്തെ മാർക്കറ്റ് അനാലിസിസ് എന്ന് പറഞ്ഞാൽ നമുക്കിവിടെ ജസ്റ്റ് ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ് ഉണ്ട്. ഈ ഒരു ഗ്യാപ്പ് ഞാൻ മാർക്ക് ചെയ്തിടുന്നുണ്ട്. നിങ്ങളുടെ ഇതിനകത്തും ഈ ഒരു ഗ്യാപ്പ് മാർക്ക് ചെയ്തിട്ടോ, ഈ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ്. സോ ഈ ഗ്യാപ്പിൽ ഞാൻ ഇവിടെ FEG എന്ന് മെൻഷൻ ചെയ്യുന്നുണ്ട്, ഫെയർ വാല്യൂ ഗ്യാപ്പ്. ഓക്കെ, FEG എന്ന് മെൻഷൻ ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ നാളെ മാർക്കറ്റ് ഒരു ഫ്ലാറ്റ് ഓപ്പണിങ്ങാണ് ചെയ്യുന്നതെങ്കിൽ, ഇവിടെ ഒരു ഫ്ലാറ്റ് ഓപ്പണിങ്ങാണ് മാർക്കറ്റ് ചെയ്യുന്നതെങ്കിൽ മാർക്കറ്റ് ഒന്ന് താഴെ വന്ന് ഈ ഫെയർ വാല്യൂ ഗ്യാപ്പ് അല്ലെങ്കിൽ ഈ ഒരു ട്രെൻഡ് ലൈനിൽ സപ്പോർട്ട് എടുത്തിട്ട് മാർക്കറ്റ് നേരെ മുകളിലോട്ടാണ് മൂവ് ചെയ്യേണ്ടത്. ഓക്കെ, നമ്മുടെ ഫസ്റ്റ് ടാർഗറ്റ് 24,167, സെക്കൻഡ് ടാർഗറ്റ് 24,236. സോ മാർക്കറ്റ് എബോവ് 24,000 മുകളിൽ ഹോൾഡ് ചെയ്യുന്നവരെ നമ്മൾ താഴോട്ടൊരു ട്രേഡ് ചെയ്യത്തില്ല. ഓക്കെ, നമ്മൾ ട്രെൻഡിന് അഗെയിൻസ്റ്റ് ഒരു ട്രേഡ് ചെയ്യത്തില്ല. നമ്മൾ 24,000 താഴെ മാർക്കറ്റ് വന്നാൽ മാത്രമേ ട്രെൻഡിന് അഗെയിൻസ്റ്റ് ഒരു ട്രേഡ് ചെയ്യത്തുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ എങ്ങോട്ടേ ട്രേഡ് ചെയ്യത്തുള്ളൂ, നമ്മൾ മുകളോട്ടെ നമ്മുടെ ട്രെൻഡ് എന്താണോ അങ്ങോട്ടേ ട്രേഡ് ചെയ്യത്തുള്ളൂ. ഓക്കെ, നമുക്ക് ഹയർ ടൈം ഫ്രെയിമിൽ നമുക്ക് എന്തെങ്കിലും ട്രെൻഡ് ലൈനോ കാര്യങ്ങളോ എന്തെങ്കിലും വരുന്നുണ്ട്, നമുക്ക് ജസ്റ്റ് നോക്കിയിട്ട് വരാം. ഹയർ ടൈം ഫ്രെയിമിൽ നമുക്ക് ഇവിടെ ഒരു ട്രെൻഡ് ലൈൻ ഉണ്ട്, ബട്ട് ഈസ് നോട്ട് ഓക്കെ ഇല്ല. ഹയർ ടൈം ഫ്രെയിമിൽ വലിയ ട്രെൻഡ് ലൈനൊന്നും വരുന്നില്ല, അങ്ങനെ റെസിസ്റ്റൻസ് ആയിട്ടുള്ളത്. നമുക്ക് ഈ ഒരു ട്രെൻഡ് ലൈൻ മാത്രമേ ഉള്ളൂ മുകളിലുള്ള, ഈ നമ്മൾ നേരത്തെ വരച്ച് വെച്ച്. സോ അത് മാത്രമാണ് നമ്മുടെ ട്രെൻഡ് ലൈൻ ആയിട്ടുള്ളത്. ഓക്കെ, സോ നാളത്തെ നമ്മുടെ നമ്മുടെ ട്രേഡിംഗ് ഇതാണ്. 24,100 മുകളിൽ മാർക്കറ്റ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ 24,167, എബോവ് 24,236 ആണ് ടാർഗറ്റ്. സോ ഒന്ന് താഴെ വന്നിട്ട് ഇവിടെ ടാപ്പ് ചെയ്തിട്ട് പോവുക, അല്ലെങ്കിൽ നമുക്ക് ബ്രേക്ക് ഔട്ട് ട്രേഡ് എടുക്കാം. സോ ഇന്നലെ നമ്മൾ ലാസ്റ്റ് വീഡിയോയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു മാർക്കറ്റ് 1 ഡേയിൽ എന്താണ് ഒരു ഇൻസൈഡ് ബാറാണ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇൻസൈഡ് ബാർ ഐ തിങ്ക് ലാസ്റ്റ് വീഡിയോ കണ്ടവർക്ക് അറിയാം, ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതൊരു ഇൻസൈഡ് ബാറാണ്, അതായത് ഒരു ബുള്ളിഷ് ഹറാമിയാണ്. സോ ബുള്ളിഷ് ഹറാമി എന്ന് പറഞ്ഞാൽ ഈ ഹൈ ബ്രേക്ക് ചെയ്താൽ മാർക്കറ്റ് മുകളോട്ട് മൂവ് ചെയ്യണം. സോ ഇന്ന് അത് തന്നെയാണ് പ്രോപ്പർ പ്രൈസ് ആക്ഷൻ തന്നെയാണ് മാർക്കറ്റ് റെസ്പെക്ട് ചെയ്തത്. ഹൈ ബ്രേക്ക് ചെയ്തു, മാർക്കറ്റ് മുകളോട്ട് മൂവ് ചെയ്തു. ഓക്കെ, സോ നമ്മുടെ മേജർ റെസിസ്റ്റൻസ് എവിടെയാണ് ഓയിലുള്ളത്? 24,100. സോ അവിടെ തന്നെയാണ് മാർക്കറ്റ് നിൽക്കുന്നത്. ഓക്കെ, സോ ഈ 24,100 മാർക്കറ്റ് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ മാർക്കറ്റിന് വലിയ റെസിസ്റ്റൻസ് വരുന്നത് 24,500 ഉള്ളൂ. ബാക്കിയുള്ളതൊക്കെ ചെറിയ 24,200, 300, 400 ഒക്കെ ചെറിയ റെസിസ്റ്റൻസ് ആണ്. പിന്നെ മേജർ റെസിസ്റ്റൻസ് വരുന്നത് 24,500 സോ 24,500 തന്നെ ഇന്ന് തന്നെ മാർക്കറ്റ് നാളെ തന്നെ മൂവ് ചെയ്യണം എന്നല്ല പറയുന്നത്. മാർക്കറ്റ് ഫർദർ മൂവ്മെൻറ്റ് എക്സ്പെക്റ്റ് ചെയ്യുന്നത് മുകളിലോട്ടാണ് ഞാൻ, കാരണം മാർക്കറ്റിൻ്റെ ട്രെൻഡ് ബുള്ളിഷ് ആണ് കംപ്ലീറ്റ്ലി. സോ മാർക്കറ്റ് എക്സ്പെക്റ്റ് ചെയ്യുന്നത് നാളെ ഈ ഒരു ടാർഗറ്റ് ആൻഡ് ഈ ഒരു ടാർഗറ്റ് അച്ചീവ് ചെയ്യും, അല്ലെങ്കിൽ മിനിമം ഈ ഒരു ടാർഗറ്റ് അച്ചീവ് ചെയ്യും. കാരണം പിന്നെ നാളെ വേറെ കാര്യമുണ്ട്, ഫ്രൈഡേയും കൂടിയാണ്. സോ ഒരുപാട് വലിയ മൂവ്മെൻറ്റൊന്നും എക്സ്പെക്റ്റ് ചെയ്യരുത്, കാരണം ഫ്രൈഡേ മാർക്കറ്റിൽ ബിഗ് പ്ലേയേഴ്സ് ഒന്നും പൊസിഷൻ ഹോൾഡ് ചെയ്യാറില്ല. കാരണം ഗ്ലോബലായിട്ടുള്ള ക്രൈറ്റീരിയ ഇഷ്യൂസാണ് കാരണം, സിനാരിയോ എല്ലാം കാരണം. സോ നമുക്ക് നാളെ ചെറിയൊരു ട്രേഡ് എടുക്കുക നിഫ്റ്റിയിൽ, എന്നിട്ട് എക്സിറ്റ് ചെയ്തേക്കാം. ഓക്കെ, സോ ഈ ചെറിയ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചാനൽ. താങ്ക് യു, ബൈ, ഗുഡ് നൈറ്റ്.